വ്യക്തമായിട്ട് ആ വീഡിയോ, പക്ഷെ അത് കട്ട് ചെയ്തിട്ട് കാണിച്ച്. അതൊക്കെയാണ് സങ്കടം. അത് നിങ്ങളൊക്കെ കാണണം ആ വീഡിയോ. പറഞ്ഞോ അവൻ്റെ തെറ്റ് തന്നെയാണ്, അതിന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ ചെയ്തതും പറഞ്ഞതും എന്താണെന്ന് പൂർണ്ണമായിട്ട് കൂടെ ഒന്ന് കാണണം. അപ്പൊ മീഡിയക്കാർ പലതും പറയും, നീ വീഡിയോ ചെയ്യണം, കുഴപ്പമൊന്നുമില്ല, നല്ല രീതി ചെയ്യുക. എന്നെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ നെഗറ്റീവ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്ട് ഈസ് അപ്പ്? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എൻ്റെ ലൈഫിൽ ഇപ്പോൾ വല്ലൊരു ഉയർച്ച നടന്നാലും താഴ്ച നടന്നാലും പ്രശ്നങ്ങൾ നടന്നാലും ഹാപ്പിനെസ് നടന്നാലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രോ നിങ്ങളുടെ വീട്ടിൽ എന്താണ് അവസ്ഥ, ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പം അമ്മ എന്ത് പറയണം, അച്ഛൻ എന്ത് പറയണം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എന്ത് പറയണം, വീട്ടിൽ എന്താണ് അവസ്ഥ, വീട്ടുകാരൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണോ, വഴക്ക് പറയുകയാണോ, ഹാപ്പിനെസ് ആണോ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആൾക്കാർ എല്ലാവരും എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോൺ വിളിച്ചാണെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് അവരോട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ മമ്മിക്കുള്ള എന്താണ് പറയാനുള്ളത്? എന്റെ ഇതാ പറയാ, എന്തൊക്കെ അമ്മ നേരിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അമ്മക്ക് തോന്നി, അല്ലെങ്കിൽ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു, എന്താണ് ആര് അപ്പൊ തോന്നിയത്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും തോന്നണത്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ ഇതാണെങ്കിൽ പോലും എനിക്ക് മീറ്റിങ്ങും ഒക്കെ ആയിരുന്നു ഇന്നലെ. പക്ഷെ ഞാൻ ഒന്നിനും പോയില്ല, കാരണം എൻ്റെ ശരീരമൊന്നും കൈയും കാലും ഒന്നും ആടുന്നില്ലായിരുന്നു. കാരണം അതുപോലെയല്ല ന്യൂസിൽ കാണിച്ചുകൊണ്ടിരുന്നത്. 3-4 ദിവസമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ന്യൂസ് തന്നെ, സഞ്ജു ടെക്കി പണി മേടിച്ച് കോടതി എൻ്റെ RTO പിന്നെ എന്തുവാണ് അവൻ്റെ ലൈസൻസ് റദ്ദാക്കി, അവൻ്റെ വണ്ടിയുടെ RC റദ്ദ് ചെയ്ത്, ഇനി വണ്ടി നിരത്തിലിറങ്ങി പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കൊലപാതകം ചെയ്ത പോലെ. അതെ, അല്ല പറയട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ഇതല്ലേ. അപ്പൊ പിന്നെ എന്നെ കുറെ പേര് പിന്നെ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുന്നു, മോന് ജാമ്യം കിട്ടിയ, പിന്നെ എപ്പോഴാണ് ഇറങ്ങിയ ജാമ്യം കിട്ടിയ. പക്ഷെ ഒരു കേസ് ഇങ്ങനെ അകത്തിട്ടതാ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ. ഇവനാണെങ്കിൽ അങ്ങോട്ട് പോവുകയും പോയി. നമുക്ക് അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമം. ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത വിഷമായിരുന്നു. ഞാനിങ്ങനെ നമുക്ക് ഭഗവാനെ വിളിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ദൈവത്തിനെ വിളിച്ച് ദൈവത്തിന് ഇരിപ്പിടം കൊടുക്കാതിരിക്കുകയായിരുന്നു. ഞാനോർത്ത് ഇതിനിതൊക്കെ ഇനി കൊലപാതകം ചെയ്ത തെറ്റാണ്, ശരിയാണ്. അത് നമ്മുടെ പിന്നെ ഇത് കാറിനകത്ത് നമ്മുടെ സ്വന്തം കാറായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിയമം തന്നെയാണ് ഒരിക്കലും. ഞാനത് പറഞ്ഞതായിരുന്നു ആദ്യം. പിന്നീട് പിന്നെ നല്ലൊരു കാറാണ്, അത് നശിപ്പിക്കല്ലേന്ന്. പക്ഷെ അതങ്ങനെ ചെയ്തെങ്കിൽ കാരണം പിന്നെ അങ്ങനെ ചെയ്തെങ്കിൽ പോലും അത് നമ്മുടെ മുറ്റത്താണ്, നമ്മുടെ പറമ്പിട്ട്. ഇതിനു മുമ്പ് നീ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ അത് അവരവരുടെ പറമ്പിട്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആരും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇത് റോഡായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അത് നിയമം നമ്മൾ കയ്യിലെടുക്കുന്ന പോലെയാണ്. അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. അത് അപ്പോഴായാലും ഇപ്പോഴായാലും എപ്പോഴായാലും. പക്ഷെ അതൊരു കൊലപാതകം ചെയ്ത് ഏതാണ്ട് ഭയങ്കര ആ ഒരു രീതിയിൽ ശിക്ഷ MVD വിളിച്ച് അവന് ശിക്ഷയും കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കോടതി ഏറ്റെടുത്ത്. കോടതിയിലൂടെയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയല്ലേ, കോടതി ബെഞ്ച് ഇങ്ങനെ ഇത് പിന്നെ കേസാക്കി എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ കേട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരാണ്. അപ്പം നമ്മൾ കേട്ടിരിക്കുന്നത് കോടതിയൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ്. എന്താണ് ഈ ഒരു കാര്യമല്ലേ, അതിന് ശിക്ഷയും കൊടുത്തു. പക്ഷെ പിന്നെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതമാണ്. അവൻ പിന്നെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലിയുമാണ്. അവൻ്റെ ശരിക്കും പറഞ്ഞ യൂട്യൂബ് നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. യൂട്യൂബ് അവൻ്റെ സ്വന്തം ജീവിതമാണ്. യൂട്യൂബിലുള്ള അല്ലെങ്കിൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സും കാണുന്നവരൊക്കെ അവൻ്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേര് അവന് എതിരുണ്ട്, അവൻ്റെ ആ ഒരു ഇതുകൊണ്ട്. പക്ഷേ അവനെ അടുത്തറിയാവുന്നവർക്കും ഞങ്ങൾക്കും അറിയാം. അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രകൃതമാണ് അത്. ഇങ്ങനെ ഒച്ചയെ ഭയങ്കരമായിട്ട് പറയുക, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രസരിപ്പോടുകൂടി ഹൈപ്പറായിട്ട് നിൽക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ഇല്ല, അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അവനില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം അവൻ്റെ പ്രകൃതം അതാ. പക്ഷെ അവൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാറില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് വരെ. കാരണം അവൻ്റെ ജോലിക്ക് വേണ്ടി അവൻ ചെയ്തതാണ്. ആരെയും കൊല്ലാനോ എടുക്കാനോ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാനോ ആരുടെയും കാര്യത്തിൽ ആരെ കുറ്റം പറയാനോ ഒന്നും അവൻ ഇന്ന് വരെ അവൻ്റെ ഒരു ബ്ലോഗ് എടുത്ത് നോക്കിയാൽ അറിയാം ഒരു മനുഷ്യരെ അവൻ ഈ മീഡിയക്കാർ എന്താണ് ഇങ്ങനെ മീഡിയക്കാരാണ്. ഞങ്ങൾക്ക് ലാസ്റ്റൊക്കെയാണ് തോന്നണത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് എന്താണെന്നാണ്. അവൻ ആരെയും ഒന്നും പറഞ്ഞോ ഇല്ല, എടുത്തോ ഇല്ല, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഉണ്ടേലും ഇല്ലേലും അങ്ങനെ തോന്നിപ്പോയി. കാരണം ഒരുത്തനെ ഇങ്ങനെ അവനെ ഇല്ലാതാക്കുക
ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ലോകം മൊത്തം ഇവിടെയൊക്കെയാണ് ലോകം, നമ്മുടെ കേരളത്തിലെ ഇന്ത്യയെ പോലും അല്ല, പുറം രാജ്യം വരെയൊക്കെ ഈ കാരണങ്ങൾ ഇങ്ങനെ ആളുകൾ ഇട്ടിട്ടിട്ട് എന്താണ് കാര്യമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോഴും ഞങ്ങളുടെ ഒരു നല്ലൊരു ലെവലിലല്ല. കാരണം മാനസികമായിട്ട് ഞങ്ങളെല്ലാവരും തളർന്നിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഒരു കാര്യം. ഞങ്ങളുടെയൊക്കെ തൊഴിൽപരമായിട്ട് പോലും ഞങ്ങൾ പുറത്തോട്ട് ഒന്നിനും പോകുന്നില്ല. അത്രയ്ക്ക് ഈ നിമിഷം വരെ. ഇനിയിപ്പോൾ നാളെ മുതൽ അവന് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവൻ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ അവൻ അത് 10 ലക്ഷം ഇങ്ങനെ രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ഇത് കിട്ടി. അത് നല്ലൊരു ഇത് കിട്ടിയതല്ല അവൻ പറഞ്ഞു. അവൻ്റെ ഒരു നെഗറ്റീവാണ് അവന് കിട്ടിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ കൂടെ തന്നെ അവൻ പറയുന്നുണ്ട്, റൂള് തന്നെയാണ്, ആരും റൂള് തെറ്റിക്കരുത്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് വ്യക്തമായിട്ട് ആ വീഡിയോ. പക്ഷെ അത് കട്ട് ചെയ്തിട്ട് കാണിച്ച്, അതൊക്കെയാണ് സങ്കടം. അത് നിങ്ങളൊക്കെ കാണണം ആ വീഡിയോ. എങ്ങനെയാണ് അവൻ ആ വീഡിയോ ഇട്ടിരിക്കണമെന്ന് അവനെ കുറ്റം പറയുന്നവർ പറഞ്ഞോ. അവൻ്റെ തെറ്റ് തന്നെയാണ്, അതിന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ ചെയ്തതും പറഞ്ഞതും എന്താണെന്ന് പൂർണ്ണമായിട്ട് കൂടെ ഒന്ന് കാണണം. അവൻ ചെയ്തത് വെള്ളം ഏറ്റ് അതിൻ്റെ ബാഗ് പൊട്ടി, അത് ശരിയാണ്, അത് തെറ്റ് തന്നെയാണ്. അവന് ശിക്ഷയും കിട്ടി. പക്ഷെ അവൻ ആരെയും കുറ്റവും കളിയാക്കിയതില്ല. അവൻ്റെ ഒരു പ്രകൃതമാണ് അവനങ്ങനെ പറയുന്നതും അവൻ്റെ ആ സംസാര രീതിയൊക്കെ. അല്ലാതെ ആരെ അധിക്ഷേപിക്കുന്നതൊന്നും അല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാനസികമായിട്ട് ഭയങ്കര വിഷമാണ്. ആ വിഷമം കൊണ്ട് പറയുന്നതാണ്. കാരണം പറയാതെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ എന്താണ് അമ്മയുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവനറിയാം. അവൻ അവിടെ നിന്ന് ഇന്നലെയൊക്കെ MVD ഓഫീസിൽ നിന്നൊക്കെ പോയി വന്ന് ഞങ്ങൾ പച്ചവെള്ളം കുടിക്കാതെ തന്നെ ഇവിടെ ഇരിക്കുകയായിരുന്നു. പച്ചവെള്ളം ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. കാരണം നമ്മളൊരു ചത്ത വീട് പോലെയായിരുന്നു ഞങ്ങളുടെ വീട്. കാരണം ആർക്കും ഇങ്ങനെയൊന്നും ചെയ്യരുത്. അത് ഇങ്ങനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ആക്രമിക്കുക, ഏതാണ്ട് ഭയങ്കര കുറ്റം ചെയ്യും. എന്തെല്ലാം നാട്ടിൽ നടക്കുന്നു. അവൻ ആകെ ചെയ്ത തെറ്റ് ഇതല്ലേ? അവൻ്റെ ജീവിതം. അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞാൽ അതവൻ്റെ ജീവിതമാണ്. അവൻ മാത്രമല്ല, അവൻ ഇങ്ങനെ ചെയ്യുന്ന ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ കുറേ പേര് ജീവിച്ചു പോണത്. അപ്പൊ ഡാഡി കൂൾ എന്താണ് പറയാനുള്ളത്? പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അമ്മ അതെല്ലാം പറഞ്ഞു തീർത്തു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാനില്ല. എന്നാലും ഞാൻ നിന്നോട് ആദ്യമേ തന്നെ പറഞ്ഞാണ് ഇത് സീനാവേ. അപ്പൊ നീ പറയും കുഴപ്പമില്ല. ഞാനാണ് അവിടെ ഒന്ന് നിൽക്കാൻ കൂടി ചെയ്താൽ നേരം. അതിന്റെ ഒരു സ്റ്റില് ഞാനും കണ്ടുപോ വീഡിയോ ടിവിക്കകത്ത്. ഞാനൊന്നും തോന്നുന്നു അകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പുറത്ത് വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് സീനാന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇനിയെങ്കിലും അവര് MVD ഒക്കെ പറഞ്ഞ കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്ത് പോകണം. അവർ പറഞ്ഞെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തു. അല്ലാതെ അവരുടെ കാര്യം റൂൾ എപ്പോഴും റൂൾ തന്നെ. അതുപോലെ തെറ്റ് 100% ഞാൻ അംഗീകരിക്കും. തെറ്റാണ് ചെയ്യുന്നത് ഞാൻ പറയത്തുള്ളൂ. അവൻ ചെയ്തത് അവന് സത്യത്തിൽ അറിയത്തില്ല നീ കാര്യം ഇങ്ങനെ സംഭവം ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവനും അറിയത്തില്ല. ഇത് വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഈ സംഭവം. പിന്നെ മീഡിയക്കാർ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയും. ഞാനിപ്പം നമ്മുടെ അനുഭവം വെച്ച് പറയേൻ. നമ്മൾ 24 മണിക്ക് ഇതിൻ്റെ ഓട്ടി തന്നെ ഇതിന് ശേഷം ഞാൻ എങ്ങും പോയിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ നടക്കണമെന്ന് അവർ പറയണമെന്ന് അവർ ആദ്യത്തെ ന്യൂസിൽ തന്നെ പറഞ്ഞ് വണ്ടി സീറ്റ് പൊളിച്ചാണ് അത് ചെയ്തത്. അതൊന്നുമില്ല, സീറ്റൊന്നും പൊളിച്ചില്ല, ഞാനുണ്ടായിരുന്നു. ലൈസൻസ് റദ്ദാക്കി എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഒന്നും ചെയ്തില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. സീറ്റ് പൊളിച്ചിട്ടില്ല, സീറ്റ് ഇങ്ങനെ കമർത്തിയിട്ടിട്ടാണ് വെള്ളം ഒഴിച്ചിരുന്നത്. അത് കറക്റ്റ് കാര്യം. അതുകൊണ്ട് ഇവർ ന്യൂസിനകത്തോണ്ട് സീറ്റ് പൊളിച്ച് മാറ്റിയാണ് ചെയ്യുന്നതൊക്കെയാണ് അവരുടെ. അപ്പം മീഡിയക്കാർ പലതും പറയും, നീ വീഡിയോ ചെയ്യണം, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്യുക. തെറ്റായ രീതിയിൽ റൂൾസൊക്കെ പാലിച്ച് നല്ല രീതിയിൽ ചെയ്യണം. നിൻ്റെ ഒരു പ്രൊഫഷനാണ്, അത് ചെയ്തേ പറ്റൂ. അല്ല മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. തെറ്റായി ചെയ്യണമെന്നല്ല, നല്ല രീതി ചെയ്തു പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ എന്താണ് പറയാനുള്ളത്? ചേട്ടൻ എന്തൊക്കെ തോന്നിയെന്ന്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നിയായിരുന്നു. പിന്നെ വീഡിയോ ആദ്യം പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് പണി മേടിക്കും. കാരണം പബ്ലിക് പ്ലേസിലായിട്ടുള്ള ഇതാണ്. അപ്പം അതിന് ശിക്ഷയൊക്കെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പേടിയായി, എന്ത് വരും. കാരണം നീ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ വരാത്തപ്പോൾ ഒരുപാട് നടപടി എടുക്കുമെന്നുള്ള പേടിയായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പം ഇനി റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നീയും നിന്റെ ഫ്രണ്ട്സ്, കാരണം നിന്റെ ഫ്രണ്ടിന് ഒരു പണി കിട്ടിയില്ലേ. അപ്പം നീയും നിന്റെ ഫ്രണ്ട്സ് എന്ത് കണ്ടന്റാണ് ചെയ്യണമെങ്കിൽ റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് നെഗറ്റിവിറ്റി ഒക്കെ സ്പ്രെഡ് ആകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേസിൽ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 90% മീഡിയാസിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്. കാരണം എന്താണ് ഉള്ളത് എന്താണ് ഇല്ലാത്തത് അവർ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് പറയുന്നു. മീഡിയയിൽ വരുമ്പോൾ ഇത് ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടാക്കി പറയുന്ന രീതിയിൽ വരുന്നു. അപ്പം നമ്മുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ മനസ്സിലായി. കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ അവർ പറയും, മൊത്തത്തിൽ അവർ പറയത്തില്ല, അവർക്ക് വേണ്ടത് മാത്രമേ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി. പിന്നെ എന്താ പറയാനാ,
നീ നിന്റെ രീതിയിൽ തന്നെ വീഡിയോസ് എടുക്കാൻ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക, റൂൾസ് ഒക്കെ പാലിച്ചു പോകുക. ഈ നെഗറ്റിവിറ്റി പറയുന്നതൊക്കെ വീണ്ടും പഴയ പോലെ, പണ്ട് നിനക്ക് ഞാൻ നെഗറ്റീവ് കമൻസ് ഒരുപാട് വന്നിട്ടുണ്ട്, അത് പിന്നീട് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ഈ ഫ്യൂച്ചറിലും ഇനി വരുന്ന കണ്ടൻസ് ഒക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് റൂൾസ് ഒക്കെ പാലിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഞങ്ങൾ നിൻ്റെ സപ്പോർട്ടുണ്ട്. ഇപ്പം ചെയ്തത് തെറ്റാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഫൈൻ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയുള്ളതൊക്കെ നീ റൂൾസ് എല്ലാം പാലിച്ച് നല്ല രീതി എനർജറ്റിക്കായിട്ട് ബൂസ്റ്റായിട്ട് പോവുക. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല, നമുക്കൊരു ത്രില്ല് തോന്നത്തില്ല സ്വന്തം ലൈഫിൽ. അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത്, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക്, ഞാൻ എന്റെ സ്വത്തിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ എന്റെ സ്വത്ത് ഇപ്പൊ ഒരു നെഗറ്റീവ് ആണ് ആൾക്കാർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആ പബ്ലിക്കിലോട്ട് ഇറങ്ങിയത് കാരണം ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൂടിയിട്ട് വരിക, അത് വന്നു കഴിഞ്ഞ് സെറ്റ് ആവുക. അങ്ങനെ മറ്റുള്ളവർക്ക് അതിന് ആ റൂൾസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ആസ് ഓൾവേസ് യു ആർ മൈ സൂപ്പർ ഹീറോ സ്വത്ത്. I love you. കണ്ടില്ല ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടുകാരുടെ റെസ്പോൺസ്. ആക്ച്വലി ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. ചേച്ചിയാണെങ്കിൽ പക്ഷെ വണ്ടാനത്ത് വർക്ക് ചെയ്യാണ്, നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അപ്പൊ ചേച്ചി ഇപ്പൊ കറന്റ് ഇവിടെ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ റിയാക്ഷൻ കൂടെ എടുക്കായിരുന്നു. ചേച്ചി ഇത് തന്നെ പറഞ്ഞ ദാറ്റ് ഈസ് റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് ചെയ്താൽ മതി, ഒരു കുഴപ്പവും ഇല്ലെന്ന്. എനിക്ക് ഇതേ പറയാനില്ല. ഞാൻ അങ്ങോട്ട് റൂൾസ് ഒക്കെ ഫോളോ ചെയ്തും അടിപൊളി മാരക കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരത്തുള്ളൂ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ പബ്ലിക്കലി ഇറങ്ങി ചെയ്തപ്പോൾ ഒരു ബാഡ് മെസ്സേജ് ആണ് നമ്മൾ സമൂഹത്തിന് നൽകിയത്. എന്തായാലും ഇനി അതെല്ലാം നോക്കിയും കണ്ടൊക്കെ നമ്മൾ ചെയ്യത്തുള്ള റൂൾസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ്ലി നമ്മൾ പാലിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്നെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ നെഗറ്റീവ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. അവരെല്ലാരും കൊണ്ട് ഞാൻ തിരുത്തി പറയിക്കുന്നതാണ്. ഇതെന്റെ വാക്കാണ്, അത്രേ ഉള്ളു. ഈ എന്നെ ഹേറ്റ് ചെയ്യണ എല്ലാരും എന്റെ ഒരു ലവർ ആക്കുന്നതാണ്, അല്ലെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. അതെന്റെ വാക്കാണ്. ബൈ ഡൂയിങ് ആൻഡ് ഫോളോയിങ് റൂൾസ്, അതുപോലെ തന്നെ മേക്കിംഗ് ഗുഡ് കണ്ടന്റ്സ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ promise.